ഏത് പ്രയാസവും എന്നും അവസാനം വരെ സങ്കടമായിരിക്കില്ല, അവസാനം വരെ ദുഃഖമായിരിക്കില്ല. എന്റെ സഹോദരി സഹോദര, എല്ലാ പ്രയാസത്തിന് പുറകെയും ഒരു സന്തോഷമുണ്ട്. ആ സന്തോഷത്തിന് മാധുര്യം കൂടുതലാണ്. നന്നായിട്ട് ദാഹിച്ചിട്ട് കിട്ടുന്ന പച്ചവെള്ളത്തിന് മാധുര്യം കൂടുതലാണ്. ദാഹമില്ലാത്തുമ്പോ കിട്ടുന്ന പച്ചവെള്ളത്തിന് ഒരു രുചിയും ഉണ്ടാവില്ല. നന്നായി ദാഹിച്ച് തൊണ്ട വരണ്ട് നിൽക്കുമ്പോ കിട്ടുന്ന പച്ചവെള്ളത്തിന് വല്ലാത്ത മാധുര്യമാണ്. നിങ്ങളുടെ പരീക്ഷണങ്ങളുടെ പുറകെ അള്ളാഹു നിങ്ങൾക്ക് സന്തോഷം തരും. അതുകൊണ്ട് പരീക്ഷണങ്ങളുടെ മുകളിൽ നിങ്ങൾ പതറരുത്. അള്ളാഹു നമുക്ക് മനക്കരുത്ത് തരട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ. ഒരു പരീക്ഷ, ഞാൻ ഇപ്പൊ പറയുന്ന സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനുള്ള മാർഗമാണ്. അതാണല്ലോ ഇപ്പൊ സമകാലിക ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇത് ഖുർആനാണ് പറയുക. ഇനി ഏത് പരീക്ഷണം വന്നാലും നമ്മൾ പതറരുത്. ആരുടെ മുമ്പിലും, അത് രാഷ്ട്രമാകട്ടെ, ഭരണകൂടമാകട്ടെ, അധികാരമാകട്ടെ, സാമ്പത്തികമാകട്ടെ, നമ്മൾ പതറാനുള്ളവരല്ല, നമ്മൾ നിൽക്കാനുള്ളവരാണ്. ഫറോവയെ മറികടന്നവരാണ് നാം. നമ്രൂദിനെ കണ്ടവരാണ് നാം. ഷദ്ദാദിനെ അഭിമുഖീകരിച്ചവരാണ് നാം. ചെങ്കിസ് ഖാനെ പ്രതിരോധിച്ചവരാണ് നാം. അന്നൊന്നും ഇസ്ലാം തകർന്നിട്ടില്ല. ഫറോവയുടെ മുമ്പിൽ തകരാത്ത ഇസ്ലാം, നമ്രൂദിന്റെ മുമ്പിൽ തകരാത്ത ഇസ്ലാം, അഭിനവകാല നമ്രൂദുമാരുടെ മുമ്പിൽ തകരില്ല. കർബലയിൽ ഇമാം ഹുസൈൻ റഹിമഹുല്ലാടെ തലയറുത്തവരുടെ മുമ്പിലും ഇസ്ലാം തളർന്നിട്ടില്ല. ഹർ കർബല കെ ബാദ് ഇസ്ലാം സിന്ദാ ഹോഗാ. ഓരോ കർബല കഴിയുമ്പോഴും ഇസ്ലാം ശക്തി പ്രാപിച്ചിട്ടേ ഉള്ളൂ. കർബലകൾ ഇസ്ലാമിന്റെ ശക്തി പ്രകടനമാണ്. അതുകൊണ്ട് നമ്മൾ പതറരുത്. ഇൻഷാ അല്ലാഹ് മനുഷ്യന്മാരെ, നമ്മൾ പതറരുത്. അള്ളാഹു നമുക്ക് പതറാത്ത ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു പതറാത്ത ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. ആരൊക്കെ പരീക്ഷിക്കപ്പെടുന്നുവോ അവർക്കൊക്കെ അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരീക്ഷിക്കപ്പെടുന്നവർ ഈ മണ്ണിന്റെ പുത്രൻ ബഹുമാനപ്പെട്ട അബ്ദുൽ നാസർ മഅദനി, അള്ളാഹു അദ്ദേഹത്തിന് എല്ലാവിധ ശിഫയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു വർഷക്കാലത്തോളം തടവിലിട്ട് പരമോന്നത നീതിപീഠം നിരപരാധി എന്ന് വിട്ടയച്ച് വീണ്ടും കേസിൽ കൊടുക്കപ്പെട്ട് ഈ രാജ്യത്ത് തുല്യതയില്ലാത്ത നീതി നിഷേധത്തിന്റെ ഇരയായി മാറിയ, കുറ്റങ്ങളേതെന്ന് തെളിയിക്കപ്പെടുക പോലും ചെയ്യാതെ ആ കുറ്റത്തിന്റെ മുഴുവനെ ചിട്ട ഏറ്റുവാങ്ങേണ്ടി വന്ന ഇന്ത്യൻ ജനാധിപത്യത്തിന് മുറിവേൽക്കുന്ന പ്രതീകമായി മാറിയ അബ്ദുൽ നാസർ മഅദനി, ആ മഅദനി അതീവ ഗുരുതരാവസ്ഥയിൽ അദ്ദേഹം മരണത്തെ മുന്നിൽ കാണുകയാണ്. മഅദനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് ഇന്ത്യൻ ജുഡീഷ്യറി കേൾക്കുന്ന മുറിവായിരിക്കും. അതുകൊണ്ട് നമുക്ക് പറയാനുള്ളത്, അബ്ദുൽ നാസർ മഅദനിയുടെ വിഷയത്തിൽ കേരള സർക്കാർ ഇടപെടണം. അദ്ദേഹം മലയാളിയാണ്, ഈ കേരളത്തിന്റെ മണ്ണിൽ ജീവിച്ചിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ നീതി നിഷേധത്തിനെതിരെ ഒരു പൗരാവകാശത്തിനു വേണ്ടി ഈ കേരള സർക്കാർ ഇടപെടണം. കാരണം മഅദനി ഒന്നാമതായി ഒരു ഇന്ത്യൻ പൗരനാണ്. ആ ഇന്ത്യൻ പൗരന് കിട്ടാവുന്ന എല്ലാ അവകാശങ്ങളും അബ്ദുൽ നാസർ മഅദനിക്ക് കിട്ടണം. രണ്ടാമത്, അബ്ദുൽ നാസർ മഅദനി ഇവിടുത്തെ ഒരു ന്യൂനപക്ഷത്തിന്റെ പ്രതിനിധിയാണ്. ഒരു ന്യൂനപക്ഷത്തിന് ഭരണഘടന അനുവദിക്കുന്ന മുഴുവൻ ആനുകൂല്യങ്ങളും അബ്ദുൽ നാസർ മഅദനിക്ക് കിട്ടാൻ കേരള സർക്കാർ ഇടപെടണം. മൂന്നാമതായി, അബ്ദുൽ നാസർ മഅദനി ഒരു വികലാംഗനാണ്. ഒരു വികലാംഗന് ഏതൊക്കെ ആനുകൂല്യങ്ങൾ ഭരണഘടനയിലുണ്ടോ ആ ഭരണഘടന ആനുകൂല്യം മുഴുവനും അബ്ദുൽ നാസർ മഅദനിക്ക് കിട്ടണം. നാലാമതായി, അബ്ദുൽ നാസർ മഅദനി ഒരു രോഗിയാണ്. ഒരു രോഗിക്ക് ഏതൊക്കെ ആനുകൂല്യങ്ങളുണ്ടോ ആ ആനുകൂല്യങ്ങൾ മുഴുവനും അബ്ദുൽ നാസർ മഅദനിക്ക് കിട്ടണം. അതിനുവേണ്ടി കേരള ഗവൺമെന്റ് കൃത്യമായി സത്വരമായി ഇടപെടണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതൊരു ഗവൺമെന്റിന്റെ ബാധ്യതയാണ്. അബ്ദുൽ നാസർ മഅദനി കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കപ്പെട്ട് ശിക്ഷിക്കപ്പെടട്ടെ. പക്ഷെ ആ വിചാരണകൾ അവസാനിക്കണ്ടേ? നീണ്ടുപോകുന്ന വിചാരണകൾക്കപ്പുറം അദ്ദേഹത്തിന് അതിന്റെ കൃത്യമായ ഒരു റിസൾട്ട് ഉണ്ടാവണ്ടേ? അദ്ദേഹത്തെ കാത്തൊരു ഭാര്യയുണ്ട്, വാപ്പയെ കാത്തു മക്കളുണ്ട്, അദ്ദേഹത്തെ കാത്ത് അദ്ദേഹത്തിന്റെ കുടുംബമുണ്ട്. ഒരു അവകാശങ്ങൾ, പൗരാവകാശങ്ങൾ ഹനിക്കപ്പെടാൻ പാടില്ല. അത് ആരാണെങ്കിലും ശരി, അത് അബ്ദുൽ നാസർ മഅദനി ആണെങ്കിലും ശരി, രാജീവ് ഗാന്ധി വധക്കേസിലെ നളിനിയാണെങ്കിലും ശരി, കുറ്റം ആരോപിക്കപ്പെട്ടാൽ ആ കുറ്റം തെളിയിക്കപ്പെടുക, ശിക്ഷ കൊടുക്കുക എന്നതിനപ്പുറം ഒരു മനുഷ്യനെ മനഃപൂർവ്വം അതിന്റെ ഉള്ളിൽ തളച്ചിടാനുള്ള നീക്കങ്ങൾ അത് നിഗൂഢമാണ്,
അത് മതേതര ജനാധിപത്യ രാജ്യത്തിന്റെ മുഖത്തേക്കുന്ന ക്ഷതമാണ് എന്ന് മനസ്സിലാക്കപ്പെടേണ്ടതുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന് പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അദ്ദേഹത്തിന് പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, പതറരുത്, ചിതറരുത്. പരീക്ഷണങ്ങളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കണം. ഓരോ പരീക്ഷണത്തിനും പുറകെ അള്ളാഹു വലിയ സന്തോഷം തരും. ഫഇന്ന മഅൽ ഉസ്രി യുസ്റ. അള്ളാഹു പറഞ്ഞത് അങ്ങനെയാണ്. ഫഇന്ന മഅൽ ഉസ്രി യുസ്റ, ഇന്ന മഅൽ ഉസ്രി യുസ്റ. ഏത് പ്രയാസം വന്നാലും അതിന് പുറകെ ഒരു സന്തോഷമുണ്ടാവും. അള്ളാഹു നമുക്ക് സന്തോഷം നൽകട്ടെ. സമയം നമ്മൾ ഒന്നിന് നിൽക്കുന്നുള്ളൂ. 2 സാമ്പത്തിക പ്രതിസന്ധി മാറാനുള്ള മരുന്നാണ് പറഞ്ഞത്. ഒന്നാമത്തേത് ഇതാ കിടക്കും. ഇതിപ്പോ ഇത്ര നേരം ഞാൻ ആരോടാ എൻ്റെ റബ്ബേ പറഞ്ഞത്? എൻ്റെ പൊന്നു മുഅ്മിനീങ്ങളെ, ഇതൊരു അധര വ്യായാമമായി മാറരുത്. നമുക്ക് മറ്റൊരാളോട് ഇത് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. ഈ പ്രതിസന്ധിയൊക്കെ മാറണോ? റബ്ബിലേക്ക് മടങ്ങി, ഇർജിഉ ഇലാ റബ്ബിക്കും സുമ്മ തൂബു ഇലൈഹി. അള്ളാഹുവിലേക്ക് തിരിച്ചു നടക്കീൻ. എൻ്റെ യുവാക്കളെ, എൻ്റെ കുഞ്ഞുങ്ങളെ പടച്ച റബ്ബിലേക്ക് മടക്കീൻ. അനീബു ഇലാ റബ്ബിക്കും വഅസ്ലിമൂ ലഹ്. പടച്ച റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങീൻ, ഇല്ലാതെ രക്ഷയില്ല. രണ്ടാമത്തെ മരുന്ന് പറഞ്ഞുതരട്ടെ? വേണ്ടേ? അത് ഒറ്റ മരുന്ന് മതിയാ. ഗവൺമെന്റ് ആശുപത്രിയിലെ മരുന്ന് മതി. ചുമയ്ക്കുമായാലും പനിക്കുമായാലും എല്ലാം ഒറ്റ മരുന്ന്. 2 ശ്രദ്ധിച്ചു കേൾക്കണേ, ഇത് കളിതമാശയല്ല. രണ്ടാമത്തേത് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ. രണ്ടാമത്തെ മരുന്നേരെന്നറിയോ? ഇത് സാധാരണക്കാരന്റെ മരുന്നല്ല. മഹാനായ ശൈഖുൽ അംബിയാ, മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം 950 വർഷക്കാലം അള്ളാഹുവിന്റെ ഏകത്വത്തിന്റെ പ്രബോധനം നടത്തിയ മഹാനായ ശൈഖുൽ അംബിയാ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ, മഹാനായ ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു കൊടുത്ത പ്രബോധന മേഖലയിലൂടെ കടന്നുപോയ പ്രമുഖ പ്രബോധകരായ പ്രവാചകന്മാരായിരുന്ന 2 പ്രവാചകന്മാര് മാത്രമല്ല, ആ ലക്ഷക്കണക്കിന് പ്രവാചകന്മാരുടെ നേതാവായി വന്ന മഹാനായ നബിയുനാ വഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് പറഞ്ഞു തന്ന ഏറ്റവും പ്രബലന്മാരായ പ്രധാനപ്പെട്ട 3 പ്രവാചകന്മാർ ലോകത്തോട് പറഞ്ഞു കൊടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾ മാറാനുള്ള ഒരു മരുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വയാ ഖൗമി ഇസ്തഗ്ഫിറൂ റബ്ബക്കും സുമ്മ തൂബൂ ഇലൈഹി യസിദുകും ഖുവ്വതൻ ഇലാ ഖുവ്വതികും വലാ തതവല്ലൂ മുജ്രിമീൻ. അല്ലാഹുവിന്റെ ഖുർആൻ രണ്ടാമത് പറയുകയാണ്. ഞാൻ ആദ്യം തന്നെ പറയട്ടെ, ഈ പറയുന്നത് ഒറ്റമൂലിയല്ല, ഇത് കഥകളല്ല, ഐതിഹ്യമല്ല. ഈ പറയുന്നത് അല്ലാഹുവിന്റെ ഖുർആനാണ്. ആ ഖുർആൻ ഏതെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി, ഈ വേദഗ്രന്ഥം ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ ലാ റൈബ ഫീഹി, പിന്നീട് ഇതിൽ സംശയത്തിന് അടിസ്ഥാനമില്ല. ആ ഖുർആൻ പറഞ്ഞ ഒരു വാക്യത്തിൽ പിന്നെ തർക്ക വിതർക്കങ്ങളില്ല, ഖണ്ഡന മണ്ഡനങ്ങളില്ല, വാദപ്രതിവാദങ്ങളില്ല. ഈ യാതൊരുവിധ സംശയത്തിന് ഇട നൽകാതെ സത്യം പറഞ്ഞ വിശുദ്ധമായ ഖുർആൻ പറയുകയാ. വയാ ഖൗമി ഇസ്തഗ്ഫിറൂ റബ്ബക്കും, ഓ ജനങ്ങളെ, അല്ലാഹുവിനോട് നിങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലണേ, അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ അധികരിപ്പിക്കണേ. എന്നാൽ യുർസിലിസ് സമാ അലൈക്കും മിദ്റാറാ, ആകാശത്ത് നിന്ന് മഴ ഈ ഭൂമിയിലേക്ക് വരും. മഴ അല്ലാഹുവിന്റെ അനുഗ്രഹമാണല്ലോ. യുമ്മത്തിഉകും മതാഅൻ ഹസനാ,
ഏറ്റവും നല്ല വിഭവങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് ആഹരിക്കാൻ തരും. റിസ്കിൽ വിശാലതയുണ്ടാവും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട യുവാക്കളെ, യുവതികളെ, ഈ കടൽ കടന്നു വരുന്ന വിദേശ സംസ്കാരത്തെ കെട്ടിപ്പുണന്നും വാരിപ്പുണന്നും അരമീറ്റർ തുണി കൊണ്ട് ബ്ലൗസ് തയ്ച്ചാൽ അത് ഫാഷനാകുമെന്ന മുദ്രാവാക്യം കയ്യിൽ പിടിച്ച് ആഭാസത്തിന്റെ നടുവിലൂടെ നടക്കുമ്പോ, ഇന്റർനെറ്റ് യുഗം നമ്മളെ കീഴടക്കുമ്പോ, കുറെ നിരീശ്വരവാദികളുടെയും ജബ്രകളുടെയും പുറകെ പോയി പുരോഗമനവാദത്തിന്റെയും ഫെമിനിസത്തിന്റെയും വക്താക്കളായി പെണ്ണുങ്ങൾ ഇറങ്ങി തിരിച്ച് തട്ടമിട്ട മുസ്ലിം പെണ്ണിന്റെ തലയിൽ നിന്ന് തട്ടമോരിയിട്ട് ഫെമിനിസത്തിന്റെ മേച്ചിൽപ്പുറത്തിൽ കെട്ടിയിടണമെന്ന ആഗ്രഹത്തോട് ഗ്രൂപ്പുകളും അല്ലാത്ത ഗ്രൂപ്പുകളും സോഷ്യൽ മീഡിയയിലും ഫേസ്ബുക്കുകളിലും കൂട്ടായ്മ കൂടുമ്പോ, എന്റെ പ്രിയപ്പെട്ട പെണ്ണേ, അല്ലാഹുവിന് ഇഷ്ടപ്പെടാത്ത രീതിയിലേക്ക് തിരിച്ചിറങ്ങല്ലേ. ചൊരുക്കുന്ന കള്ളും മയക്കും കറുപ്പും അരിഞ്ഞാട്ടമാടി തെറിക്കുന്ന പെണ്ണും ചലച്ചിത്ര നീല പടർപ്പിൻ കൊഴുപ്പും ചിദാനന്ദ ലബ്ധിക്കും മറ്റെന്തു വേണം എന്ന മുദ്രാവാക്യവുമായി പടച്ചറപ്പിനെ ധിക്കരിച്ചിട്ടിറങ്ങിപ്പോകരുത്. അല്ലാഹു നിങ്ങൾക്ക് നൽകിയ പരീക്ഷണങ്ങളും പ്രതിസന്ധികളും മാറണോ? ഇതേവരെ ചെയ്തു പോയ തെറ്റുകളെ ഓർത്ത് പടച്ചറപ്പിന്റെ മുമ്പിൽ പശ്ചാത്തപിക്കുന്ന ഹൃദയമുണ്ടായി അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചൊല്ലണേ. വയാ ഖൗമി ഇസ്തഗ്ഫിറൂ റബ്ബക്കും. ഓ ജനങ്ങളെ, അല്ലാഹുവിനോടുള്ള ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിക്കുക. അസ്തഗ്ഫിറുല്ലാഹൽ അലീം ചൊല്ലേ. ഒരു ഇൽമ നമ്മൾ പഠിച്ചാൽ അപ്പ തന്നെ പ്രാവർത്തികമാക്കണ്ടേ. റബ്ബേ, എൻ്റെ കണ്ണുകൊണ്ട് തെറ്റ് ചെയ്തിട്ടുണ്ട്, എൻ്റെ കാതുകൊണ്ട് തെറ്റ് ചെയ്തിട്ടുണ്ട്, എൻ്റെ നാവ് കൊണ്ട് തെറ്റ് ചെയ്തിട്ടുണ്ട്, എൻ്റെ കൈ കൊണ്ട് തെറ്റ് ചെയ്തിട്ടുണ്ട്, എൻ്റെ കാലുകൊണ്ട് തെറ്റ് ചെയ്തിട്ടുണ്ട്, എൻ്റെ ഹൃദയം തെറ്റിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. റബ്ബേ, നീ എനിക്ക് വാരിക്കോരി തന്ന സമയത്ത്, നിന്റെ ഖജനാവെനിക്ക് തുറന്നു തന്നപ്പോ, ആ സമയത്ത് നിനക്ക് ഇഷ്ടപ്പെടാത്ത വഴിയിൽ എൻ്റെ സമ്പത്ത് ഞാൻ ചെലവഴിച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ കടങ്ങളിലാണ് റബ്ബേ. അപമാന ഭാരത്താൽ എന്നെ നാട്ടിൽ എനിക്ക് നിൽക്കാൻ പോലും കഴിയില്ല. ഇക്കഴിഞ്ഞ 26-ാം തീയതി എല്ലാ ഇംഗ്ലീഷ് മാസവും അവസാന വ്യാഴാഴ്ച അസർ കഴിഞ്ഞ് ഹംദാൻ ഫൗണ്ടേഷൻ എന്ന ഈ വിനീതന്റെ സ്ഥാപനത്തിൽ 150 ഹാഫിളീങ്ങൾ ഒരു മാസം 100 ഖത്മുൽ ഖുർആൻ ഓതി. ആ 150 ഹാഫിളീങ്ങളുടെ നടുവിൽ വെച്ച് നടക്കുന്ന ജൽസത്തുൽ ഖുർആൻ എന്ന വലിയ ഒരു ഇജാബത്തുള്ള ദുആയുടെ മജ്ലിസ് നടക്കുന്നുണ്ട്. ആ മജ്ലിസിൽ പങ്കെടുക്കാൻ എറണാകുളം ജില്ലയിൽ നിന്ന് വന്നൊരു സഹോദരൻ എന്നോട് പറഞ്ഞത്, ഉസ്താദേ, കടം കാരണം വലിയ കോടീശ്വരനായിട്ട് ജീവിച്ചതാ, ഗൾഫിലെ ബിസിനസ് തകർന്നു, കൂടെ കൂടിയവര് ചതിച്ചു, ഇപ്പൊ ഞാൻ വലിയ കടക്കാരനാണ്. എന്റെ നാട്ടിലെ പള്ളിയിൽ ഞാൻ ജുമുഅ കൂടിയിട്ട് 3 വർഷമായി. കടക്കാരെ കാരണം എനിക്ക് നാട്ടിലെ പള്ളിയിൽ ജുമുഅ നമസ്കരിക്കാൻ കഴിയുന്നില്ലെന്ന് പറഞ്ഞ ആ സഹോദരന്റെ വാക്കുകൾ ഞാൻ ഓർത്തു പോവുകയാണ്. അല്ലാഹു അദ്ദേഹത്തിന്റെ കടം അല്ലാഹു വീട്ടിൽ കൊടുക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, റബ്ബ് നമുക്ക് വാരിക്കോരി തന്നപ്പോ പലതിനും ചെലവഴിച്ചില്ലേ? പെങ്ങളെ, ഗൾഫിൽ നിന്ന് ഭർത്താവ് അയച്ചു തന്നത് ക്രമത്തിലധികം കുടിച്ചുകൂടിയപ്പോ ധാരാളം അനാവശ്യങ്ങൾ നമ്മുടെ വീടിന്റെ ഉള്ളിൽ അരങ്ങേറിയില്ലേ? നമ്മുടെ കുടുംബത്തിൽ ഉണ്ടായില്ലേ? അല്ലാഹുവേ, അല്ലാഹുവേ, നീ തന്ന സമയത്ത് നിന്നോട് എനിക്ക് നന്ദി കാണിക്കാൻ കഴിഞ്ഞില്ല യജമാനനെ. പൊറുക്കുന്ന റബ്ബേ, മറക്കുന്ന റബ്ബേ, അല്ലാഹുവേ, നീ പൊറുക്കുന്നവനാണ്, നീ മറക്കുന്നവനാണ്. അല്ലാഹുവേ, നിന്നോട് ഞാൻ ഖേദിച്ച് നടക്കുന്നു. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. നിങ്ങളുടെ ജീവിതത്തിൽ ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിക്കണം. കുടുംബത്തിൽ നിങ്ങളുടെ വീടിന്റെ ഉള്ളിലെ പെണ്ണുങ്ങൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം. നിങ്ങളുടെ മക്കളുടെ ചുണ്ടിൽ ഇസ്തിഗ്ഫാർ ആവണം. നിന്റെ ചുണ്ടിൽ നിന്ന് സിനിമ പാട്ട് മാറി, നിന്റെ ചുണ്ടിൽ നിന്ന് അശ്ലീലം മാറി. ഏത് സമയത്ത് ഒഴിവ് കിട്ടുമ്പോഴൊക്കെ ഓട്ടോറിക്ഷ ഓടിക്കുമ്പോഴും ചൊല്ലാമല്ലോ, വീട്ടു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ചൊല്ലാമല്ലോ, കടയിലിരിക്കുമ്പോഴും ചൊല്ലാമല്ലോ. കടയിലെ കച്ചവടം കുറഞ്ഞു പോയി, ആ കൗണ്ടറിൽ ഇരിക്കുമ്പോ ചൊല്ലാമല്ലോ. പെങ്ങളെ, വീടിന്റെ പുറകിലിരുന്ന് അരി അരക്കുമ്പോഴും മുളകരക്കുമ്പോഴും ചൊല്ലാമല്ലോ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം.
അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം. രണ്ടാമത്തെ കാര്യം ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിക്കുക. എന്ത് ചെയ്യാ? പറയീൻ, ഉറക്കെ പറയീൻ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിക്കുക. മനസ്സിലായോ? ഇപ്പൊ എത്രയായി? 2. വിശദീകരിച്ച് പറയാൻ സമയം. ഇസ്തിഗ്ഫാറിന്റെ സംഭവങ്ങളൊക്കെ ഒത്തിരി പറയാനുണ്ട്, പക്ഷെ പറയാനുള്ള സമയം നമ്മുടെ മുമ്പിൽ. 5 പറഞ്ഞിട്ട് പോണ്ടേ? ലാസ്റ്റ് ദിവസമല്ലേ? അള്ളാഹു നമ്മളെ കബൂലാക്കട്ടെ. മൂന്നാമത്തേത് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് إلهي سلم الأمة من الآفات والنقمة ومن هم ومن غمة بأهل البدير يا الله صلاة الله بسم الله الرحمن الرحيم ومن يتق الله يجعل له مخرجا ويرزقه من حيث لا يحتسب. മൂന്നാമത്തെ പ്രതിവിധി എത്രണ്ണം പറഞ്ഞ് മനസ്സിലാവണില്ലേ? ഖുർആനാണ് പറഞ്ഞ, വേറൊന്നുമില്ല. ഇത് ബാക്കവീന്റെ വകയല്ല. മൂന്നാമത്തേത് നമ്മുടെ പ്രതിസന്ധി മാറണം, കടങ്ങൾ വീഴണം, വീട്ടിൽ പറക്കത്തുണ്ടാകണം, അടുപ്പിൽ തീ പുകയണം, എല്ലാ സങ്കടങ്ങളും വിട്ടൊടിയണം. ഖുർആൻ പറഞ്ഞ മൂന്നാമത്തെ മാർഗം ആര് അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നുവോ അല്ലാഹു അവന് പുറത്ത് കിടക്കാൻ ഒരു വഴി കാണിച്ചു കൊടുക്കുമത്രേ. ഇത് ഖുർആനാണ്. ഇത് നന്നായിട്ട് മനസ്സിലാക്കണം നമ്മൾ. ആര് അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നുവോ അവൻ അല്ലാഹു ഈ പ്രതിസന്ധിയിൽ നിന്ന് പുറത്തു കടക്കാനുള്ള വഴി കൊടുക്കും. മഖ്റജ എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ സൗദിയിലൊക്കെ പോകുമ്പോ, ഗൾഫ് രാഷ്ട്രങ്ങളിൽ പോകുമ്പോ നമുക്ക് ഹൈവേയില് നമ്മുടെ മാതിരിയല്ല. നമ്മളെ മാതിരിയല്ലല്ല. അവിടെ ഇങ്ങനെ അങ്ങോട്ട് പോകും, എവിടെയെങ്കിലും തിരിയാൻ ഒരു യൂട്ടേൺ ഉണ്ടാകും. നമ്മൾ പോണ വഴിക്ക് തിരിയും, വേറെ 4 അതിനെ മോളി വന്ന് കയറും, അതോടെ തീരും. ഓട്ടോ ഒക്കെ എങ്ങനെ പോണതാണ്? ഒറ്റ തിരിയൽ. അപ്പോ ഈ ഹൈവേയിലൂടെ ഇങ്ങനെ നമ്മൾ ഓടി പോകുമ്പോൾ പടച്ചോനെ പുറത്ത് കിടക്കാൻ ഒരു വഴിയില്ലല്ലോ അല്ലാഹു, ഇതിൽ കുടുങ്ങിപ്പോയല്ല. ഓടി മടുത്തു. അവിടെ എന്ന് പറഞ്ഞാൽ ഒരു 10 കിലോമീറ്ററൊക്കെ നേരെ അങ്ങോട്ട് പോകണം. അപ്പൊ അങ്ങനെ ഓടിച്ചു പോകുമ്പോൾ നമ്മൾ 4 പാട് നോക്കും, പടച്ചോനെ ഇതിപ്പോ കുടുങ്ങിയില്ലോ അല്ലാഹുവേ, ഇത് പോയെടുത്ത് തന്നെയാണല്ലോ പിന്നെ തിരിച്ചു വരണത്. മത്തന്റെ വള്ളിമാതിരി അങ്ങനെ നമ്മളിങ്ങനെ കുടുങ്ങിയിട്ട് രക്ഷപ്പെടാനൊരു വഴി നോക്കി കിടക്കുമ്പോ ആ സമയത്തൊരു ബോർഡ് എഴുതിയിട്ടുണ്ടാവും, എക്സിറ്റ് അല്ലേ? ആ എക്സിറ്റിന്റെ മുകളില് അറബിയിൽ എഴുതിയിട്ടുണ്ടാകും മഖ്റജ് എന്നാണ്. എന്താ മഖ്റജ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? എക്സിറ്റ് എന്നാണ് എന്റെ അർത്ഥം. അപ്പൊ നിങ്ങൾ ഈ ഖുർആന്റെ ആയത്തൊന്ന് ചിന്തിച്ചു നോക്കി. ഇങ്ങനെ പുറത്ത് കിടക്കാൻ ഒരു വഴിയില്ലാതെ കടം, ഇവിടെയും കട അവിടെയും കട, അതീ തൊട്ടതും പോയി ഇതീ തൊട്ടതും പോയി, ഒരു തകരപാത്രത്തിൽ വീണ എലിയ മാരിയായി എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് അവിടെ മുട്ടിയാലും സൗണ്ട്. ഈ തകരപാത്രത്തിൽ വീണ എലീനെ കണ്ടിട്ടില്ലേ? അത് വെറുതെ ഇരുന്നാൽ ഈ പാത്രത്തിന്റെ സൗണ്ട് കേൾക്കും, എഴുന്നേറ്റ് നടക്കാൻ പോലും സൗണ്ട് കേൾക്കും. അമ്മാതിരി തകരപാത്രത്തിൽ വീണ എലീനെ മാതിരി പടച്ചോനെ വല്ലാത്ത കുടുങ്ങിയില്ല അല്ലാഹുവേ.
എന്ന് വിചാരിച്ചിട്ട് രക്ഷപ്പെടാൻ ഒരു മാർഗമില്ലാതെ നടക്കുന്ന ഒരു യാത്രികനെ പോലെ ഹൈവേയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്ത് എവിടെയാണ് രക്ഷപ്പെടാനൊരു വഴി എന്ന് നോക്കുമ്പോ ആ സമയത്ത് ഒരു എക്സിറ്റ് നിങ്ങളുടെ മുന്നിൽ കാണുന്നത് പോലെ ആരെങ്കിലും ഈ പ്രതിസന്ധിയിൽ അകപ്പെടുന്ന സമയത്ത് എത്തക്കില്ല, ആരെങ്കിലും അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചാൽ അല്ലാഹുവിനെ രക്ഷപ്പെടാനുള്ള ഒരു എക്സിറ്റ് തുറന്നു കൊടുക്കുമത്രേ. അവൻ ഉദ്ദേശിക്കാത്ത വഴിയിലൂടെ പടച്ചറപ്പ് അവന് റിസ്ക് നൽകുമത്രേ. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥമെന്താ? ഏത് കടബാധ്യത വന്നാലും പ്രയാസം വന്നാലും ആ പ്രയാസത്തിലൊക്കെ എത്തക്കില്ല. ആര് അള്ളാനെ സൂക്ഷിക്കുന്നുവോ, അള്ളാഹുവേ കടബാധ്യതയുണ്ട്, പ്രയാസമുണ്ട്, ആത്മഹത്യയിലെ വക്കില, എന്നാലും ആ സമയത്ത് നിന്ന് നിനക്കിട്ടപ്പെടാത്ത വഴിയിലൂടെ സമ്പത്തുണ്ടാക്കില്ല റബ്ബേ. ഞാൻ എൻ്റെ കടം മാറാൻ വേണ്ടി ലോട്ടറി എടുക്കില്ല, എൻ്റെ കടം മാറാൻ വേണ്ടി പലിശയുമായി ബന്ധപ്പെടില്ല, എൻ്റെ കടം മാറാൻ ഞാൻ കള്ള് കച്ചവടം നടത്തില്ല, എൻ്റെ കടം മാറാൻ എന്നെ വിശ്വസിച്ച ഒരുത്തനെ ഞാൻ ചതിക്കില്ല റബ്ബേ. എനിക്ക് കടമുണ്ട്, എൻ്റെ കച്ചവടത്തിൽ എനിക്കൊരു പാർട്ട്ണറുണ്ട്, അവൻ നാട്ടിൽ പോയിരിക്കുകയാണ്. ആ സമയത്ത് അല്ലാഹുവേ എൻ്റെ കടം മാറി എനിക്ക് രക്ഷപ്പെടാൻ എന്നെ വിശ്വസിച്ച സുഹൃത്തിനെ ഞാൻ ചതിക്കില്ല, എൻ്റെ പങ്ക് കച്ചവടക്കാരനെ ഞാൻ ചതിക്കില്ല. എനിക്ക് ഏതൊക്കെ പ്രയാസങ്ങളും കടങ്ങളും ബുദ്ധിമുട്ടും വന്നാലും ആ സമയത്ത് നിനക്കിട്ടപ്പെടാത്ത വഴി ഞാൻ സ്വീകരിക്കില്ല അല്ലാ എന്ന് ഒരാൾ മനസ്സിൽ നിശ്ചയിച്ചാൽ അവന് രക്ഷപ്പെടാനുള്ള വഴി അവന്റെ മുമ്പിലുണ്ട്. ലോക്കറിന്റെ താക്കോൽ അവന്റെ കയ്യിലുണ്ട്, കൂട്ടുകാരൻ ഒപ്പിട്ട ചെക്ക് കയ്യിലുണ്ട്, ഒന്ന് സബ്മിറ്റ് ചെയ്താൽ മതി. പക്ഷേ നിനക്കിട്ടമല്ലല്ലോ അല്ലാ, നിനക്ക് പൊരുത്തമല്ലല്ലോ അല്ലാ. ഇന്ന് ഇവിടത്തെ താൽക്കാലിക പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെട്ടാലും നാളെ പാരത്രിക ലോകത്തെ കാലാകാല അദാബ് ഞാൻ അനുഭവിക്കണമല്ലോ റബ്ബേ എന്ന് കരുതിയിട്ട് ആരെങ്കിലും പടച്ചറപ്പിനെ പേടിച്ചിട്ട് നിന്നാൽ അവന് രക്ഷപ്പെടാനുള്ള ഒരു എക്സിറ്റ് പടച്ചറപ്പ് കാണിച്ചു തരുമത്രേ. ആണ് എന്റെ അർത്ഥം. മനസ്സിലായ മനുഷ്യന്മാരെ, എന്റെ കടം വീടാൻ വേണ്ടിയാണ് ഞാൻ ലോട്ടറി എടുത്തത്. ഏത് പ്രതിസന്ധി വന്നാലും അള്ളാഹ് കിട്ടപ്പെടാത്തത് ചെയ്ത് ഹറാമായ മാർഗത്തിലൂടെ എന്റെ കടം എനിക്ക് വീടണ്ട, എന്റെ പ്രയാസം, എന്റെ സാമ്പത്തിക ടൈറ്റ് എനിക്ക് ഈ വാളങ്ങനെ ഇഷ്ടപ്പെടണില്ല എന്ന് തോന്നുന്നു. എന്റെ പൊന്നു മൂല്യാരി, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിച്ച് നമ്മളെന്താ ചെയ്യാ? ഇത് വിശുദ്ധിയാണ്, ശുദ്ധിയാണ്. അള്ളാഹു നമുക്ക് നല്ല പ്രതിഫലം തരട്ടെ. അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കണമെങ്കിൽ നമ്മുടെ ഈമാൻ വലിയ പൂർണ്ണമാകണം. എന്നാൽ അതുകൊണ്ട് കിട്ടുന്ന പ്രതിഫലം വല്ലതാണ്. നാളെ സ്വർഗത്തിലൊരു പദവിയുണ്ട്, നാളെ സ്വർഗത്തിലൊരു ദറജയുണ്ട്. ആ ദറജയിൽ 3 പേരല്ലാതെ വേറൊരാൾ എത്തൂല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. എത്ര പേര്? 3 പേര്. നാളെ സ്വർഗത്തിലൊരു ദറജയുണ്ട്. ആ വലിയ അമ്പിയാക്കൾ പോലും കൊതിച്ചു പോകുന്നൊരു വലിയ പദവിയുണ്ട്. ആ പദവിയിൽ 3 ആളുകളല്ലാതെ 4ാമതൊരാൾ എത്തിച്ചേരുകയില്ല. അള്ളാഹു നമ്മളെ അതിൽ പെടുത്തട്ടെ. ആമീനോട് ഉസാറില്ലല്ല. അള്ളാഹു നമ്മളെ അതിലെത്തിക്കട്ടെ. 1 വദൂഇയാലിന് സബൂർ, 1 ദൂറഹിമിൻ വസൂൽ, കുടുംബ ബന്ധങ്ങളെ ചേർക്കുന്നവൻ. ആര്? ഒന്നാരാണ്? ദൂറഹിമിൻ വസൂൽ. 1ാമത്തെ ആള് കുടുംബ ബന്ധം ചേർക്കുന്ന ആൾ. കുടുംബ ബന്ധങ്ങളെ ചേർക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സമയമില്ലല്ലോ. 1 കുടുംബ ബന്ധം ചേർക്കുന്ന ആൾ. 2ാമത്തേത്
വാപ്പയുമായി ഇവിടെയുള്ള കുടുംബ ബന്ധം, ഉമ്മ വഴിയിലുള്ള കുടുംബ ബന്ധം, അങ്ങനെയുള്ള ബന്ധങ്ങളെല്ലാം ചെറുക്കുന്ന ആൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധം, ആങ്ങളെയും പെങ്ങളെയും തമ്മിലുള്ള ബന്ധം, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ബന്ധങ്ങൾ പൂർത്തീകരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമത്തേത് കടബാധ്യതകളേറെയുണ്ട്, പ്രയാസങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്. തലയിലെടുക്കാം തൊന്നെടുത്താൽ പൊങ്ങാത്ത ബാധ്യതകളുണ്ട്. എന്നാൽ എല്ലാ കടങ്ങളും പ്രയാസങ്ങളും ഉള്ളതോടുകൂടെ തന്നെ തൻ്റെ ഭാര്യയ്ക്കും തൻ്റെ വാപ്പാക്കും ഉമ്മാക്കും തൻ്റെ മക്കൾക്കും ഹറാമ് തീറ്റിക്കാത്ത ഗൃഹനാഥൻ, തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളല്ല. കടബാധ്യതയുണ്ട്, പ്രയാസങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, തീക്കനലിൽ ചവിട്ടിട്ടാ നിൽക്കുക. എന്നാലും തൻ്റെ സംരക്ഷണയിൽ കഴിയുന്ന ഭാര്യ മക്കൾക്കും മാതാപിതാക്കൾക്കും ഹറാമിന് ഭക്ഷണം കൊടുക്കാത്ത ഗൃഹനാഥൻ. അല്ലാഹു നമ്മൾ അതിൽ പെടുത്തട്ടെ. ഭയങ്കര പ്രതിഫലമാണ് മുഅ്മിനീങ്ങളെ, ഭയങ്കര പ്രതിഫലമാണ് അക്കാര്യത്തില്. ഹറാമ് ഹലാല് തമ്മിലൊരു വേർതിരിവ് വേണം സമ്പത്തിൻ്റെ കാര്യത്തിൽ. ഇല്ലെങ്കിൽ നമ്മുടെ സമ്പത്ത് മുഴുവൻ അശുദ്ധമാവും. ഹറാമും ഹലാലും തമ്മിൽ കൂട്ടിക്കുടയ്ക്കരുത്. ഹലാല് മാത്രമേ ഉപയോഗിക്കാവൂ. എന്ത് പ്രതിസന്ധി വന്നാലും എൻ്റെ ഭാര്യ മക്കൾക്ക് ഒരു തുള്ളി ഹറാമ് കൊടുക്കില്ല എന്ന് തീരുമാനം എടുക്കണം. ഇൻഷാ അല്ലാഹ്. ഉറക്കപ്പറ ഇൻഷാ അല്ലാഹ്. അത്ര ഒരു ഉറക്കൊന്നും ഇല്ല. ഇൻഷാ അല്ലാഹ് ഉറക്കെ പറയും. ഇൻഷാ അല്ലാഹ് രണ്ട് സൈസ് ഉണ്ട്. ഒന്ന് ഇൻഷാ അല്ലാഹ് ഇസ്രായേലി, ബനു ഇസ്രായേൽ പറഞ്ഞ ഇൻഷാ അല്ലാഹ് ഖുർആനാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പശുവിനെ കൊണ്ടുവരാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇന്നാ ഇൻഷാ അല്ലാഹു ലമുഹ്തദൂൻ, കറങ്ങി നോക്കട്ടെ, കിട്ടിയ കൊണ്ടുവന്ന് തരാം. അത് ബനു ഇസ്രായേൽ ഇൻഷാ അല്ലാഹ് കറങ്ങിയൊക്കെ നോക്കട്ടെ മൂസാ നബി, എവിടെയൊക്കെ കിട്ടിയ കൊണ്ടുവന്ന് തരാം. ഇത് ബനു ഇസ്രായേൽ ജൂതന്മാർ പറഞ്ഞ ഇൻഷാ അല്ലാഹ്. നോക്കട്ടെ ഉസ്താദെ, സൗകര്യമൊക്കെ ഒത്തു വന്ന. രണ്ടാമത്തേത് ഇൻഷാ അല്ലാഹ് ഇസ്മായിലിയാണ്. ഇസ്മായിൽ നബി പറഞ്ഞ ഇൻഷാ അല്ലാഹ് മലത്തിൽ കിടത്തിയിട്ട് കടുത്തിറക്കട്ടെ മോനേന്ന് ചോദിച്ചപ്പോൾ ബാപ്പാന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞ ആർക്ക് വാപ്പാ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. അല്ലാഹ് തൗഫീഖ്, നമ്മൾ രണ്ടുപേരും സ്വർഗത്തിലാണ് ഇൻഷാ അല്ലാഹ്. ആ ഇൻഷാ അല്ലാഹ് ഇസ്മായിൽ നബിയുടെ ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇൻഷാ അല്ലാഹ് രണ്ടെണ്ണം ഉണ്ടെന്ന് ഖുർആൻ. ഒന്ന് ഇൻഷാ അല്ലാഹ് ഇസ്രായേലി, ഒന്ന് ഇൻഷാ അല്ലാഹ് ഇസ്മായിൽ. ഇതിലിപ്പോ നിങ്ങൾ ഏതാ പറഞ്ഞത്? പറയണ ഇസ്മായിലി. ഇൻഷാ അല്ലാഹ് ഇസ്മായിൽ നബിയുടെ ഇൻഷാ അല്ലാഹ് ആണ് മുസ്ലിമിന്റെ ഇൻഷാ അല്ലാഹ്. മറ്റേത് ഇസ്രായേലിൻ്റെതാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മൂന്നാമത്തെ ആൾ, ഇനി അടുത്ത പറയാൻ പോണ വളരെ പ്രധാനപ്പെട്ട മൂന്നാമത്തെ ആളാരാന്നറിയോ? അത് ഒരാൾക്ക് നല്ല കാലം, ആ കാലത്ത് അവൻ്റെ മുമ്പിൽ പോയ നമ്മളെ അവൻ ആട്ടി ഓടിച്ചു. ഒരാവശ്യം വന്നപ്പോൾ നമ്മൾ അവൻ്റെ മുമ്പിൽ പോയി. അവനൊന്ന് നല്ല കാലത്ത് ഇരിക്കുക, പ്രതാപകാലത്ത്. അന്നവൻ പോയപ്പോൾ നമ്മൾ ഒന്നുമല്ലാതെ ആട്ടി ഓടിച്ചു. കാലം ഇങ്ങനെ കഴിഞ്ഞു പോയി. കാലം എല്ലാവർക്കും ഉള്ളതല്ലല്ലോ. അൽ ഹർബു ബൈനനാ സിജാൽ ഫയൗമുൻ ലനാ വയൗമുൻ അലൈനാ. ഒരു ദിവസം നിനക്കാണെങ്കിൽ ഒരു ദിവസം എനിക്കാണ്. കാലം കുറെ കഴിഞ്ഞു. അവൻ പാപ്പരായി, നമ്മളോ ഷെയ്ക്കായി, നമ്മൾ രാജാവായി. അപ്പോ അവൻ നമ്മുടെ മുമ്പിൽ വന്നു. അവൻ നമ്മുടെ മുമ്പിൽ വന്നു. ആ സമയത്ത് അവനോട്, പണ്ട് നീ എൻ്റെ മുമ്പിൽ, നിന്റെ മുമ്പിൽ ഞാൻ ഇതുപോലെ വന്നപ്പോൾ നീ എന്നോട് ചെയ്തിപ്പോൾ തിരിച്ചു ആട്ടി ഓടിക്കുന്നവനല്ല, നിന്റെ മുമ്പിൽ വന്നവനെ പഴയത് മറന്നിട്ട് കയ്യയഞ്ഞ് സഹായിക്കുന്നവൻ അവൻ ഈ പ്രതിഫലത്തിലെന്ന് റസൂലുള്ളാഹി. അങ്ങനെയൊക്കെ ചെയ്യാൻ വലിയ മനസ്സ് വേണം. നമ്മൾ എന്തുണ്ടെങ്കിലും വാശിയും വൈരാഗ്യവും തീർക്കുന്ന ആളുകളാണ് അല്ലേ? വാശിയുടെ കാര്യത്തിൽ നമ്മൾ ആരും പുറകിലല്ല. എൻ്റെ ഉമ്മാനെ വാപ്പാക്ക് കെട്ടാമെങ്കിൽ വാപ്പാൻ്റെ ഉമ്മാനെ എനിക്കും കെട്ടാം. ഒരു കുട്ടി പറഞ്ഞാണ്, വാശിയുടെ കാര്യത്തിൽ കുട്ടി മുതൽ എല്ലാ ആളുകളും വാശി അല്ല. നമ്മുടെ മുമ്പിൽ അള്ളാഹു ഒരു അവസരം തരും. ആ സമയത്ത് എന്ത് ചിന്തിക്കണം? റബ്ബേ, ഇവൻ എന്നോട് ചെയ്തതുപോലെ ഞാൻ അവനോട് ചെയ്താൽ അവനെ ഞാനും തമ്മിൽ വ്യത്യാസം ഇല്ലല്ലോ. മാത്രമല്ല നീ എന്നെ നോക്കണുണ്ടല്ലോ, ഇപ്പം നീ എന്താ ചെയ്യണേ?
ആ സമയത്ത് അവന് പുറത്തു കൊടുത്തിട്ട് അവൻ ആവശ്യമുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്താൽ അള്ളാഹു നിനക്ക് തരുന്ന പ്രതിഫലത്തിലെത്താൻ വേറൊരാൾക്ക് കഴിയില്ല. പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ ഇത് കേൾക്കും. സഹോദരിമാര് പ്രത്യേകിച്ച് കേൾക്കിനി ഹദീസ് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ഏത് സമയത്തും അള്ളാഹുവിനെ അനുസരിച്ച് ഒന്ന് സഹകരിക്കും. മനുഷ്യന്മാരെ, നിങ്ങളെന്തിട്ടും മനുഷ്യന്മാരാടപ്പാ, ഞാൻ പറഞ്ഞ മനസ്സിലാവണില്ലേ? എന്ത് മനുഷ്യന്മാരെ വിളച്ചോനെ. ഇത് ഞാൻ ഈ ആവർത്തിച്ച് പറഞ്ഞ വകല് കഴിഞ്ഞിറങ്ങിയിട്ട് വാക്കവി എന്താ പറഞ്ഞ ഈ 2 മണിക്കൂർ കൊണ്ട് എന്ത് പ്രയോജനം? ഒന്നുമില്ല. ഇനി അടുത്തത് 4ാമത്തെ കാരണമാണ് പറയേണ്ടതല്ലേ? അല്ലേ? 4ാമത്തെ കാരണം, നീ അള്ളാനെ സൂക്ഷിച്ച് ജീവിക്ക. ഓക്കെ, അത് മാത്രം മതിയോ? 4ാമത്തെ കാരണം, നല്ല ചൂടുള്ള 4ാമത്തെ കാര്യം ചെറിയ കാര്യമല്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ്. ഉറക്കെ ചൊല്ലി. അല്ലാഹു നാം ചൊല്ലിയ സ്വലാത്തിനെ സ്വീകരിക്കട്ടെ. ഇടയ്ക്കൊരു ഉന്മേഷവുമാകും, 10 സ്വലാത്തിന്റെ കൂലിയും കിട്ടും. റാഹത്താണ്. ഞാൻ പറഞ്ഞ 3 കാര്യം ഓർമ്മയില്ലേ? ആ 3 ഓർമ്മയുള്ളവരൊന്ന് കൈപൊക്കിക്കാൻ നോക്കട്ടെ. ഒന്ന് കൈപൊക്ക്, 2 കൈയും പൊക്ക്. നേരെ പൊക്ക്. ഇതിൽ മരച്ചീനയുടെ കമ്പിരിക്കണവർ ഇങ്ങനെ നേരെ ഇങ്ങനെ താഴ്ത്തിയിട്. ഒന്നുമില്ല, ഒന്ന് റീഫ്രഷ് ചെയ്യാൻ വേണ്ടി. പുറക്കൊക്കെ പോയില്ലേ? ഒന്ന് റീഫ്രഷ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു മൂവ്മെൻ്റ് ആണ്, അത്രേ ഉള്ളൂ. വേറെ ഒരു സർജിക്കൽ സ്ട്രൈക്ക്. കേൾക്കുമ്പോൾ തന്നെ പേടിയാ ഭാരതീയനും. 4ാമത്തെ കാര്യം നിന്റെ തഖ്വ മാത്രമല്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅ്മുർ അഹ്ലക ബിസ്സലാ വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുഖുക വൽ ആഖിബതു ലിത്തഖ്വാ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു നമ്മോട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ പ്രതിസന്ധികളെ മുഴുവനും മറികടന്നിട്ട് നാളെ എല്ലാവിധ പ്രയാസങ്ങളും മാറി സമാധാനത്തോടെ ജീവിക്കാൻ കഴിയണോ? അങ്ങനെ ജീവിക്കണമെങ്കിൽ നിനക്ക് മാത്രം അല്ലാഹുവിനെ പേടിയുണ്ടായാൽ പോരാ. ഓരോ ഗൃഹനാഥന്മാർക്ക് നിർബന്ധമാണ് വഅ്മുർ അഹ്ലക ബിസ്സലാ. നിന്റെ വീട്ടിലിരിക്കുന്ന പെൺകുട്ടികളോടും ആൺകുട്ടികളോടും നിന്റെ വീട്ടുകാരോടും മുഴുവനും നമസ്കാരം നിർബന്ധമാക്കി കൊടുക്കണേ. അവരോട് നമസ്കരിക്കാൻ പറയണമെന്ന് മാത്രമല്ല, നിന്റെ വീട്ടുകാരോട് മുഴുവനും നമസ്കരിക്കാൻ കൽപ്പിക്കണേ. ആ നമസ്കാരം റമളാനിൽ മാത്രമല്ല, വസ്തബിർ അലൈഹാ. ആ നമസ്കാരത്തിന് മേൽ നിത്യമായി നിലനിൽക്കാൻ നിങ്ങൾ ബദ്ധശ്രദ്ധാലുക്കളാകണേ. എന്റെ പ്രിയപ്പെട്ട സഹോദരാ സഹോദരി, എല്ലാ കുടുംബത്തിന്റെയും ഐശ്വര്യവും അതിന്റെ ബറക്കത്തും ഇരിക്കുന്നത് ആ വീടിന്റെ ഉള്ളിൽ നടക്കുന്ന അമലുകളുടെ പേരിലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല വീട്ടുകാരോട് കൽപ്പിക്കാനും ചെയ്യാനും പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട അമലാണ് വഅ്മുർ അഹ്ലക ബിസ്സലാ. നിന്റെ വീട്ടുകാരോട് നമസ്കരിക്കാൻ പറയണേ. ഓരോ ദിവസവും നമ്മൾ സുബഹിക്ക് പള്ളിയിലേക്ക് പോകാൻ പോകുമ്പോ ആ സമയത്ത് നിന്റെ ഭാര്യ സുബഹി നമസ്കരിച്ചു എന്ന് നീ ഉറപ്പുവരുത്തണം. പ്രായപൂർത്തിയായ നിന്റെ പെൺമക്കളും നിന്റെ ആൺമക്കളും നമസ്കാരം നിർവഹിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണേ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊരു ഗൃഹനാഥനെ നിർബന്ധമാക്കിയൊരു ജോലിയാണല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഇന്ന് ആധുനികതയുടെ നടുവിൽ കിടന്ന് കൂത്താടുമ്പോ എത്ര വീടുകളിലാണ് നമ്മുടെ പെൺമക്കൾക്ക് നിസ്കാരമുള്ളത്? എത്ര ആൺമക്കളാണ് നിസ്കാരം നിർവഹിക്കുന്നത്? ആരുടെയൊക്കെ ഗൃഹാന്തരീക്ഷത്തിന്റെ ഉള്ളിലാണ് പടച്ചറപ്പിന് ഇഷ്ടമുള്ളത് നടക്കുന്നത്? ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ
ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് ഓരോ രക്ഷകർത്താക്കളുടെ പിതാക്കന്മാരുടെ ബാധ്യതയാണ്. ആരുടെ ബാധ്യതയായത്? രക്ഷകർത്താവാരാ? അതാണല്ലോ ഏറ്റവും വലിയ പ്രശ്നം. നമ്മുടെ വീട്ടിലെ രക്ഷകർത്താവാരാ? അവിടെയല്ലേ പ്രശ്നം വരിക. ആരുടെ ബാധ്യതയായത്? ഇവിടെ 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 ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. ആരുടെ ബാധ്യതയായത്? ആണുങ്ങളുടെ ബാധ്യതയല്ലേ? പിതാക്കന്മാരുടെ ബാധ്യതയാണ്. നിന്റെ വീട്ടിലെ ഭാര്യമാര് നിസ്കരിക്കുന്നുണ്ടോ? പെൺമക്കള് നിസ്കരിക്കുന്നുണ്ടോ? അവര് ഹിജാബ് ധരിക്കുന്നുണ്ടോ? അവര് തലമറക്കുന്നുണ്ടോ? അവരെ ഹറാമിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ടോ എന്നൊക്കെ ചിന്തിക്കലും പറയലും ഒക്കെ പിതാക്കന്മാരുടെ ബാധ്യതയാണ്. അല്ലേ? ആണോ അല്ലയോ? അത് എന്റെ വീട്ടിലെല്ലാം നടക്കുന്നുണ്ട് ഉസ്താദേ. അങ്ങനെ ലാഘവത്വത്തോടെ പറയരുത്. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരളിന്റെ കഷണമായിരുന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ കൽബിലേക്ക് പടന്നു കയറിയ പൊന്നുമോളാണല്ലോ ഫാത്തിമ. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹാ, മഹദിയായ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹാ അല്ലാഹുവിന്റെ റസൂലിന്റെ ശിക്ഷണത്തിൽ ജീവിച്ച ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ പൊന്നുമോള. ആദ്യം കിട്ടിയ പെൺമക്കൾ ഓരോരുത്തരായി മക്കളൊക്കെ മരണപ്പെട്ടു പോകുമ്പോഴും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് വരെ ജീവിച്ചിരുന്ന പൊന്നുമോളാണല്ലോ ഫാത്തിമ. എന്ന് പറഞ്ഞാലും മരണപ്പെടുന്ന സമയത്ത് 20.5 വയസ്സാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ പ്രായമുള്ളത്. എന്നെ കേൾക്കാൻ ഇവിടെ എത്തിയ പ്രിയപ്പെട്ട ഉമ്മമാരോട് കേൾക്കണേ, നിങ്ങൾ ഫാത്തിമയെ സ്വർഗത്തിന്റെ കൂട്ടുകാരിയുടെ ലലനാമണി ഫാത്തിമ, മഹിതാമണി ഫാത്തിമ, ലാഹോറിലെ അടിച്ചുതളി കാരണം പെശവാറിലെ ചെരുപ്പ് കുത്തിക്കും ഒരേപോലെ പ്രിയങ്കരിയായ ഫാത്തിമ. ആ ഫാത്തിമ റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോളാണ്. ഏത് സമയത്തും ഒരൊറ്റ ദിവസം പോലും തന്നെ മകളുടെ വീട്ടിൽ പോകാതെ അല്ലാഹുവിന്റെ റസൂൽ എന്ന പിതാവ് പള്ളിയിലേക്ക് പോയിട്ടില്ല. യാത്ര പോകുമ്പോൾ പെൺമക്കളുടെ വീട്ടിൽ പോയി യാത്ര പറയും. യാത്ര കഴിച്ചു തിരിച്ചു വന്നാൽ ഉടനെ പെൺമക്കളുടെ വീട്ടിലേക്ക് പോകും. കല്യാണം കഴിച്ചു വിട്ടിട്ട് പോലും ആ പതിവ് തെറ്റിച്ചിട്ടില്ല. ഞാൻ എൻ്റെ മോളുടെ കല്യാണം കഴിച്ചു വിട്ടു, ഇനി അവളെ കെട്ടിയവന്റെ കഥയാണ്, ചുമതലയാണെന്ന് പറയരുത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുബഹി നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക്, മദീനത്തെ പള്ളിയിലേക്ക് പോകുമ്പോ അല്ലാഹുവിന്റെ റസൂൽ എന്ന പ്രവാചകനല്ല, ആ പ്രവാചകനായതോടുകൂടെ തന്നെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന പിതാവ് നേരെ തന്റെ കല്യാണം കഴിഞ്ഞ ഫാത്തിമ ബീവിയുടെ വീട്ടിൽ വരും. ഫാത്തിമയുടെ ഭർത്താവാരെന്നറിയോ? സയ്യിദുനാ അലിയുൽ മുർത്തള. ലോക വിജ്ഞാന നഗരിയുടെ കവാടമെന്ന് പരിചയപ്പെടുത്തിയ ചില്ലറക്കാരനല്ല, തന്റെ കളിക്കൂട്ടുകാരനായ അലി ഇബ്നു അബീ ത്വാലിബാണ് റളിയല്ലാഹു തആല അൻഹുമാ. ആ രണ്ടുപേരും കിടന്നുറങ്ങുന്ന വീടിന്റെ വാതില് വന്നിട്ട് വെല്ല വിളിക്കും യാ അലി യാ ഫാത്തിമ ഖുമാ ഫസല്ലയാ فصليا ركعتين ولو ركعتين قبل الفجر. അലിയെ ഫാത്തിമ ഖുമാ, നിങ്ങൾ രണ്ടുപേരും ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കണേ, ഉറക്കത്തിന്റെ കരിമ്പടത്തിൽ നിന്ന് എഴുന്നേൽക്കണേ, എന്നിട്ട് 2 റക്അത്ത് നിങ്ങൾ നിസ്കരിക്കണേ. വലൗ റക്അതൈനി ഖബിലൽ ഫജ്ർ, അത് സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് തഹജ്ജുദ് നിസ്കാരമാണെങ്കിൽ ശരി. ഫാത്തിമ അലിയെ നിങ്ങൾ രണ്ടുപേരും എഴുന്നേറ്റ് നിസ്കരിക്കണേ എന്ന് പറഞ്ഞിട്ട് നല്ല രസമാണ് ഈ സംഭവം. ഒരു വാപ്പ എങ്ങനെയാണ് കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോയത്? ഇങ്ങനെ പിതാവിന്റെ കണ്ണും കാതും ശ്രദ്ധയുള്ള കുടുംബത്തിലാണ് റിസ്കിന്റെ വിശാലതയുള്ളത്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലും മദീനത്തെ പള്ളിയിൽ തഹജ്ജുദ് നിസ്കരിക്കാൻ പോയി. നിസ്കാരം കഴിഞ്ഞ് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് വീണ്ടും പള്ളിയിൽ നിന്നിറങ്ങിയിട്ട് തന്റെ മോളുടെ വീട്ടിലേക്ക് വന്നു. എന്നിട്ട് വീണ്ടും വാതിലിൽ വിളിച്ചു, അലി യാ
ഫാത്തിമ, അലിയെ ഫാത്തിമ, നിങ്ങളെ രണ്ടുപേരും എഴുന്നേറ്റ് നിസ്കരിച്ചുവോ? അവതുസല്ലിയാവാനി അന്തുമാ, നിങ്ങൾ രണ്ടുപേരും നിസ്കരിച്ചോ? അതല്ല, ഞാൻ വിളിച്ചിട്ട് എഴുന്നേറ്റിട്ട് വീണ്ടും നിങ്ങൾ കിടന്നോ? രണ്ടാമത്തെ പ്രാവശ്യവും വരും, എന്നിട്ട് വീടിന്റെ മുമ്പിൽ വന്ന് നിൽക്കും. ആ വീടിന്റെ ഉള്ളിൽ നിന്ന് വെള്ളമൊഴിക്കുന്ന ശബ്ദമോ അല്ലെങ്കിൽ എന്തെങ്കിലും അനക്കമോ കേൾക്കാതെ വരുമ്പോ രണ്ടാമതും വാതിൽ വിട്ടു മുത്തു മുസ്തഫ, അലിയേ നിങ്ങൾ എഴുന്നേറ്റില്ലേ അലിയേ? അങ്ങനെ ഉണ്ടല്ലോ, ഒന്ന് വിളിച്ചു വിട്ടിട്ട്, നമ്മൾ മക്കളെ വിളിച്ചു വിട്ടിട്ട് അവരെഴുന്നേറ്റ്, ആ വാപ്പാ ഞാൻ വരുന്നത്, ആ വരുന്ന പള്ളിയിലേക്ക്, എന്നിട്ട് വീണ്ടും കിടക്കും. ഓ, വന്നിട്ട് പൊന്നുമോളുടെ വീടിന്റെ മുമ്പിൽ നിൽക്കും ഉപ്പ. മദീന മുഴുവനും നിശബ്ദമായി കിടക്കുന്ന സുബഹിയുടെ നേരത്ത്, തഹജ്ജുദിന്റെ നേരത്ത് ഒരു ഉപ്പ കല്യാണം കഴിച്ചു വിട്ട് തന്നെ മോളുടെ വീടിന്റെ ചാരത്ത് വന്ന് മെല്ലെ നിൽക്കും. വെള്ളമെടുക്കുന്ന ഒതുവെടുക്കുന്ന ശബ്ദം കേൾക്കുകയോ വീടിൻ്റെ ഉള്ളിൽ നിന്ന് അനക്കം കേൾക്കാതിരിക്കുകയോ ചെയ്യുമ്പോ രണ്ടാമതും വിളിക്കും, ഫാത്തിമ നിങ്ങൾ എഴുന്നേച്ചിട്ട് വീണ്ടും കിടക്കുകയോ ഫാത്തിമ? ആ സമയത്ത് രണ്ടാമത് അലി റളിയല്ലാഹു തആല എഴുന്നേറ്റ് വന്നു. എഴുന്നേറ്റ് വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, നുഫൂസുനാ ബിയദില്ലാഹ്, ഞങ്ങളുടെ രണ്ടുപേരുടെയും ശരീരം അള്ളാഹുവിന്റെ കയ്യിലല്ലേ. ഇൻഷാ അംസകഹു, അവൻ ഉദ്ദേശിച്ച ചിലപ്പോ അവിടെ തന്നെ കിടത്തിക്കളയും. വ ഇൻഷാ, അവൻ ഉദ്ദേശിച്ചാൽ അർസലഹു, ചിലപ്പോൾ അതിനെ വിട്ട് എഴുന്നേൽപ്പിച്ചു കളയും. ഇത് അള്ളാന്റെ കയ്യിലല്ലേ ഞങ്ങളുടെ നഫ്സ്. പടച്ചറപ്പ് ചിലപ്പോ അങ്ങോട്ട് കിടക്കാൻ തോന്നിപ്പിച്ചു കളയും. ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തിലല്ലല്ലോ നബിയേ. ആദ്യം എഴുന്നേൽപ്പിച്ചു വിട്ടിട്ട് എഴുന്നേൽക്കാതെ തന്നെ മരുമകനും മകള് കിടക്കുന്നത് കണ്ട് രണ്ടാമത് വന്ന് വാതിൽ വിട്ടപ്പോ അമ്മോസം കാക്കായോട് മരുമോൻ പറഞ്ഞ മറുപടിയാണിത്. ഇങ്ങനെ ഒരു കുടുംബം ഉണ്ടാവുമോ നബിയെ? ഇതെല്ലാം അല്ലാഹുവിന്റെ കയ്യിലല്ലേ. എഴുന്നേക്കണമെന്ന് കരുതി എഴുന്നേറ്റതാണ്, വീണ്ടും കടന്നുപോയി. ഒരു തർക്കവും പറഞ്ഞു, ഇത് അല്ലാഹുവിന്റെ കയ്യിലല്ലേ ഞങ്ങളുടെ ശരീരത്തിന്റെ കടിഞ്ഞാൺ. ഇത് കേട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് കേട്ടുകൊണ്ട് തിരിച്ചു നടന്നു, ചിരിച്ചുകൊണ്ട് തിരിച്ചു നടന്നിട്ട് തന്റെ തൊടയിൽ ഇങ്ങനെ വലത്തെ കൈകൊണ്ട് മുത്ത് റസൂല് തൊടയിലടിച്ചിട്ട് ഖുർആന്റെ ഒരായത്തോതിയിട്ട് മെല്ലെ ഓതിക്കൊണ്ട് ചിരിച്ചോണ്ട് ഇറങ്ങിപ്പോയത്രേ. വകാനൽ ഇൻസാനു അക്സറ ശൈഇൻ ജദലാ, വകാനൽ ഇൻസാനു അക്സറ ശൈഇൻ ജദലാ. അല്ലാഹു പറഞ്ഞുവല്ലോ, ഈ മനുഷ്യൻ തർക്കിക്കുന്ന കാര്യത്തിൽ അവൻ എന്നും മുമ്പന്തിയിലാണ്. വിളിച്ചു വിട്ടിട്ട് അള്ളാഹുവിന്റെ കയ്യിലല്ലേ എന്ന് തന്നോട് തർക്കം പറഞ്ഞ മരുമോന്റെ വർത്തമാനം കേട്ട് മദീനത്തെ ഉണ്മപ്രഭാതത്തിന്റെ പുലരിയുടെ പ്രഭ വെളിച്ചത്തിൽ റിസാലത്തിന്റെ കൈകൊണ്ട് തൊടയിലടിച്ചിട്ട് ഖുർആന്റെ ആയത്തോതി മെല്ലെ പിറുപിറുത്തിട്ടൊരായത്തോതി, വകാനൽ ഇൻസാനു അക്സറ ശൈഇൻ ജദലാ. തർക്കത്തിന്റെ കാര്യത്തിൽ ഈ മനുഷ്യൻ എപ്പോഴും മുമ്പിൽ തന്നെ എന്ന് തൊടയിലടിച്ചിട്ട് പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോയി. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. എൻ്റെ സഹോദരാ, കല്യാണം കഴിച്ചിട്ട് വിട്ടതെന്റെ കരളിന്റെ കഷണത്ത് തഹജ്ജുദ് നിസ്കാരത്തിന് തട്ടി ഉണർത്താമെന്ന മുത്തു റസൂൽ എന്ന പിതാവിനെ നാം മാതൃകയാക്കണം. നമ്മുടെ പെൺമക്കളുടെ കാര്യത്തിൽ, നമ്മുടെ ആൺമക്കളുടെ കാര്യത്തിൽ നമ്മൾ സദാ ജാഗരൂകരായിരിക്കണം. വഅ്മുർ അഹ്ലക ബിസ്സലാ, നിന്റെ കുടുംബത്തോട് നിസ്കരിക്കാൻ പറയണേ. വസ്തബിർ അലൈഹാ, അതൊരു ചെറിയ കാലഘട്ടത്തിന് മാത്രമല്ല. ഉമ്മാക്ക് ക്യാൻസർ ആണെന്ന് തെളിഞ്ഞു, വാപ്പ